പ്രാർത്ഥിച്ചപ്പോൾ ഫസ്റ്റ് തെസ്സലോനിക്കൻ ചാപ്റ്റർ 1 വേഴ്സ് 6, 7 and 8. Okay, here I am reading that portion in Malayalam. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. You also became imitators of us of the Lord, having received the word in much tribulation with the joy of the Holy Spirit. Verse 7, so that you became an example to all the believers in Macedonia and in Achaia. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. 8ാം വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്ന് മക്കെദോന്യയിലും അഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. ഈ 3 വാക്യങ്ങളിൽ കൂടെ ഞാൻ ആരംഭം കുറിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്പം പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ തെസ്സലോനിക്ക ലേഖനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുളവാക്കുന്ന സംഗതിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഏതാണ്ട് 318 പ്രാവശ്യം ജീസസ് ക്രൈസ്റ്റിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ അതിന്റെ നല്ല ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. ഈ എപ്പിസോഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് സെന്റ് പോളാണ്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് മിഷനറി ജേർണിയിൽ ഫ്രം കൊരിന്ത് ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. AD 51 ആണ് അതിന്റെ കാലയളവ്. ഇതിന്റെ പശ്ചാത്തലത്തെ വിവരിക്കുന്നതായ ഭാഗങ്ങളാണ് Acts of the Apostles chapter 16, 17 and 18. ഈ 3 അധ്യായങ്ങളിൽ തെസ്സലോനിക്കയില് സഭ സ്ഥാപിതമായതിന്റെ, അതുപോലെ തന്നെ ഫിലിപ്പിയിൽ സഭ സ്ഥാപിതമായതിന്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാസിഡോണിയൻ ചർച്ചസ് എന്ന് പറയുന്നത് നിരവധി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചർച്ചുകളുടെ ആവിർഭാവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആരംഭങ്ങളെ കുറിക്കുന്നതായ ഭാഗങ്ങളാണ്. അതെങ്ങനെ ഉളവായി എന്ന് ചോദിച്ചാൽ അതിന് പശ്ചാത്തലങ്ങൾ ഒത്തിരിയുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ, ഈജിയൻ കടലിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു സ്ഥലമാണ് തെസ്സലോനിക്ക എന്ന് പറയുന്നത്. റോമൻ ഗവൺമെന്റ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെ റോമിന്റെ അധീനതയിൽ ഒരു കാലഘട്ടമുണ്ടായി. ആ റോമൻ ഭരണത്തിൻ കീഴിൽ അവരെ നന്നായി നയിച്ചതായ ഒരു ചക്രവർത്തിയായിരുന്നു ഫിലിപ്പ്. ആ ചക്രവർത്തിക്ക് ഏക സഹോദരി ഉണ്ടായിരുന്നു. Only one sister. Her name is
തെസ്സലോനിക്ക. അവരുടെ തെസ്സലോനിക്ക. ആ പേര് നിലനിർത്താൻ വേണ്ടിയാണ് ഈ റോമൻ പ്രവിശ്യയിൽ ഉണ്ടായിരുന്നതായ ഈ സ്ഥലത്തിന് തെസ്സലോനിക്ക എന്ന് പേരിട്ടത്. ഇന്ന് അതിന്റെ ആധുനികമായിരിക്കുന്ന പേര് സലോനിക്ക എന്നാണ്. Can you repeat it? Salonika. സലോനിക്ക. Salonika. ഈ സ്ഥലം റോമൻ പ്രവിശ്യയിൽപ്പെട്ടതായിരുന്നു. അന്നത്തെ വലിയൊരു ബിസിനസ് സെന്റർ ആയിരുന്നു. പൗലോസ് അപ്പോസ്തലനും മറ്റും ഈ സ്ഥലത്ത് എത്തിച്ചേരുവാൻ ഉണ്ടായ കാര്യം തന്റെ സെക്കൻഡ് മിഷണറി ജേർണിയില് ഫിലിപ്പിയിൽ നിന്നാണ് അംബിപ്പൊലിസ്, അപ്പലോനിക്ക എന്നീ സ്ഥലങ്ങളിലെത്തി. നിങ്ങളൊരു സ്വല്പ സമയം എൻ്റെ കൂടെ വരണം. നമുക്ക് മെയിൻ സബ്ജക്റ്റിലോട്ട് കയറാം. എന്നാൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിലിപ്പിയിൽ ചെന്നപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു സഭ സ്ഥാപിതമായി. അതിന് കാരണം രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പൗലോസിന്റെ പ്രസംഗം കേട്ടു. നമുക്കറിയാം പുഴവക്കത്ത് വെച്ചാണ്. ആ പ്രസംഗം കേട്ട് കൺവേർട്ട് ചെയ്ത ആ ലേഡിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്താണ്? ലൂദിയ. അപ്പോൾ ആ സ്ത്രീ വിശ്വസിച്ചു. അത് മാത്രമല്ല, അല്പം കൂടെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഈ സുവിശേഷം പിന്നെയും സ്പ്രെഡ് ചെയ്യുവാനിടയായി. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ചതായ മഹൽ സംസ്ഥാപനമാണ് ചർച്ച് എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 16:18 നമുക്ക് സുപരിതമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പൊ അതിന്റെ ഓണർഷിപ്പ് കർത്താവിനുള്ളതാണ്. ആ ചർച്ചിനെ ബീറ്റ് ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസാണ്. അത് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ പീഠം മുതൽ ഈ 2020 വരെ ഉള്ളതായ കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ദൈവസഭയ്ക്ക് ലോകത്തിലെമ്പാടും പ്രതിസന്ധികളുണ്ട്. പക്ഷെ ആ പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് ഞാനൊരു ടൈറ്റിൽ ഇതിന് തരുന്നു, എ മോഡൽ ചർച്ച്, അല്ലെങ്കിൽ മാതൃകാ സഭ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ തോട്ട്സ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താണ് എ മോഡൽ ചർച്ച്? എ മോഡൽ ചർച്ച് എന്ന് മീൻ ചെയ്യുമ്പോൾ പല ആളുകൾ വിചാരിക്കുന്നത് thousands പീപ്പിൾ ഗാദർ ചെയ്യുന്നതായ ഒരു ബിഗ് ചർച്ചാണ് മോഡൽ ചർച്ച് എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയാണെന്നില്ല. കർത്താവ് അതിന്റെ ക്വാണ്ടിറ്റിയെ ഉൾക്കൊണ്ട് പറഞ്ഞതായ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യ കടന്നു വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചിനകത്ത് 10,000 വേണമെന്നൊന്നും നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ നല്ലത്. എന്നാൽ ക്വാണ്ടിറ്റി കൂടുന്തോറും ക്വാളിറ്റി കുറയും. Can you agree that? Yes. Praise the Lord. ദൈവമക്കളെ, ക്വാണ്ടിറ്റി കൂടുന്തോറും ക്വാളിറ്റി കുറയും. അതിന്റെ ശരിയായിരിക്കുന്ന പഠനം പറഞ്ഞാൽ, ഇപ്പൊ കുറച്ച് മെമ്പേഴ്സേ ഉള്ളെങ്കിൽ, കുറച്ച് ഫാമിലി ഉള്ളെങ്കിൽ പാസ്റ്റർക്ക് ശരിയായ
അറ്റൻഷൻ ബിലീവേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓരോ വ്യക്തികളെയും ഓർത്ത് ഡെയിലി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു 10,000 ഉണ്ടായാൽ അല്ലെ 50,000 ഉണ്ടായ 1 lakh എബോവ് ആയിരുന്നാൽ ആരുടെ പേര്, എത്ര പേരുടെ പേര് അവിടുത്തെ പാസ്റ്റർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഓർമ്മയിൽ ഇരിക്കാൻ പറ്റും. Praise the Lord. Praise the Lord. അപ്പോൾ കുറച്ചാളുകളാണ് കുറച്ചുകൂടെ ഭംഗിയാണ് ആ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തക്കവണ്ണം പറ്റും. ഒരു മോഡൽ ചർച്ച ഉണ്ടായിരിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ വസ്തുതയാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല തെളിഞ്ഞതായി തെളിമയാർന്ന ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടതായ ഒരു അനുഭവം ആ ചർച്ചിനുണ്ടായിരിക്കണം. അവരുടെ പ്രെയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, അവരുടെ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, പുതുതായി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് പോലും ഒരു ഫീലിങ്സ് ഉണ്ടാക്കണം, ഒരു ഹോളി പ്രസൻസ് അവർക്കുണ്ടാകണം. അവിടെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്തെ ഓർക്കുകയുണ്ടായി. അതാണ് നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ, വേഴ്സ് 6, ചാപ്റ്റർ 1 വേഴ്സ് 6. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഹല്ലേലൂയ. In that period, you know, so many persecutions അവരെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. ഒത്തിരി പ്രതിസന്ധികൾ. 1-ാം നൂറ്റാണ്ടിലെ പീഡ വളരെ ശക്തമായിട്ടുള്ളതായിരുന്നു. ഞാൻ കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ തെളിയിച്ചു തരുവാൻ കൊണ്ട് ഞാൻ മറ്റൊരു ഭാഗം വേറൊരു ചർച്ചിനെ കുറിച്ച് ചൂണ്ടുമ്പോൾ നിങ്ങളെ ഞാൻ ഓർപ്പിക്കാമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ എന്തിനാണ് ദൈവം തമ്പുരാൻ ഈ പ്രതികൂലങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെർസിക്യൂഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ലോകവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ലോകമയത്വം നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ലോകക്കാരെ പോലെ നമ്മളായി പോകും. അപ്പൊ ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിന് ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മിൽ എത്ര വിശ്വാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ദൈവം തമ്പുരാൻ ചില പെർസിക്യൂഷൻസ് അല്ലെങ്കിൽ പീഡകൾ നമ്മുടെ അടുക്കലേക്ക് അയച്ചു. അതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഒരുവൻ നിൽക്കുന്നു എങ്കിൽ, പിടിച്ചു നിൽക്കുന്നെങ്കിൽ, മരിക്കേണ്ടി വന്നിരുന്നാലും കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പോടെ നിൽക്കുമെങ്കിൽ അവരാണ് യഥാർത്ഥ ദൈവം. അതാണ് ഒരു നല്ല സഭയുടേതായിരിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് ചർച്ചിൽ വന്നു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, നാളെ അത് വിട്ടുപോകുന്നതായ ഒരു അനുഭവമല്ല യഥാർത്ഥ ആമേൻ ദൈവ പൈതൽ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ത് വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കും. പാട്ടുകാരൻ പാടുന്നത് പോലെ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, no turning back, no turning back. Hallelujah. Hallelujah. Turning back. നമുക്ക് കഴിയത്തില്ല. Hallelujah. Hallelujah. Today I'm going to tell you, our God's presence goes before you. Hallelujah. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുൻപാകെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ അത് ഫോക്കസ് ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള വിഷയം. ഇവിടെ തെസ്സലോനിക്കയിലുള്ളതായ വിശ്വാസികൾക്ക് പൗലോസ് വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലാക്കാൻ, അത് ഫോളോ ചെയ്യാൻ കുറച്ച് ദുഷ്കരമാണെന്ന് മനസ്സിലാക്കി, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അവർ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം
അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി. ആകട്ടെ ചാപ്റ്റർ 2 വേഴ്സ് 13 ഒന്ന് നോക്കിയേ. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. For this reason we also constantly thank God that when you received the word of God which you heard from us, you accepted it is not as the word of man, but for that is really is the word of God, which also perform its work in you who believe. ആര് വിശ്വസിച്ചത് ഏറ്റെടുത്തോ അവരിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുന്നു. വചനത്തിന് അതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ഒരു ചെവിയിൽ കൂടെ ഇറക്കി വിട്ടാൽ സംഗതി നടക്കുകയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ എല്ലാവരും അവരുടെ ശ്രദ്ധ വലതിലായി. ഈ തക്ക മനസ്സിലാക്കിയിട്ട് ടീച്ചർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റുഡന്റിന്റെ അടുക്കലേക്ക് പാസ് ചെയ്തു. അവൻ പറഞ്ഞു ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ ടീച്ചർ ചോദിച്ചു എന്തിനാണ് നിനക്ക് 2 ചെവി തന്നിരിക്കുന്നത്, കേൾക്കാനല്ലേ? അവൻ പറഞ്ഞ മറുപടി ഇതാണ്, ടീച്ചറെ 2 ചെവി ഇല്ലാതെ 1 ചെവി മാത്രമായാൽ അത് കാണാൻ ഭംഗിയില്ല. അതുകൊണ്ട് ദൈവം നമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ, 2 എണ്ണം തന്നെന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അടുത്തിരുന്നവനോട് ചോദിച്ചേടാ നിനക്കെന്തിനാ 2 ചെവി തന്നെ? അവൻ പറഞ്ഞത് ഇതാണ്, സാറേ 2 ചെവി ഉണ്ടെങ്കിൽ 1 ചെവി കൂടെ കേട്ടിട്ട് മറ്റേതിനകത്തൂടെ ഉനക്ക് എതുക്കായി 2 കാത്? அப்படியே அது கேட்டுட்டு ஒரு காதுக்கு கேட்டுட்டு மறு காதுக்கூட പുറത്ത് കളയും. സ്തോത്രം. അതിനല്ല, 2 കാതിൽ കൂടെ കേട്ടിട്ട് ഹൃദയത്തിലേക്ക് അത് സംഭരിക്കണം. അങ്ങനെ ഒന്ന് സംഭരിക്കാൻ തയ്യാറായാൽ ആ വചനം നമ്മുടെ അകത്ത് എന്ന് ഹൃദയത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഇത് ഹോളി സ്പിരിറ്റിന്റെ സഹായത്തോടു കൂടിയാണ് വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നിങ്ങൾ ആ ഒരു വിഷനിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ ആ ഒരു ശ്രദ്ധയിലായിരിക്കുന്നത്. വചനം കേൾക്കുന്നത് ആരുടെയാ? ഒരു പാസ്റ്റർ വചനമല്ല, പാസ്റ്റർ പി എം ജോൺസന്റെ വചനമല്ല, പിന്നെന്താ? യു ആർ ലിസണിംഗ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. സ്തോത്രം. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എന്ന് പറയുന്നത് അത് എന്റേതല്ല. പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസന് കൊടുത്ത വചനം എനിക്ക് നൽകിയാണ്. അതെന്റെ ഹൃദയത്തിലേക്ക് അതൊന്ന് വെച്ച് നോക്കിയേ. ആമേൻ. ഇന്ന് ഇത് പോയാലും നാളെ അത് പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ, ഒരു കുടുംബത്തിൽ ഫാമിലിയിൽ ഒരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഹോളി സ്പിരിറ്റ് ഉടനെ അകത്തിരുന്നുകൊണ്ട് പറയും, ഡോണ്ട് വറി, മൈ പ്രസൻസ് ഈസ് വിത്ത് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ആശ്വാസത്തെ. അതാണ് വചനത്തിന്റെ പ്രത്യേകത. പലര് കേൾക്കും, പക്ഷെ അത് ഹൃദയത്തിൽ സംഭരിക്കല്ല. ഹൃദയത്തിൽ സംഭരിക്കാതിരുന്നാൽ, സ്തോത്രം സ്വരൂപിക്കാതിരുന്നാൽ നമുക്കത് ക്രിയ ചെയ്യത്തില്ല. നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ ദുഃഖങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ വചനം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അന്നേരം പാസ്റ്റർ വേണ്ട. That time there is no need of pastor. Any pastor, there is no need. Holy Spirit വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അകത്തളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് തരും. Praise the Lord. Hallelujah. Oh, hallelujah. Stotram. Everybody please lift up your holy hands and say praise the Lord. Hallelujah. Hallelujah. Thank you.
അപ്പോൾ ഈ തെസ്സലോനിക്കയിലുള്ളവരുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അവർ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ അങ്ങ് സംഭരിക്കും. സംഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഓരോ സമയവും കർത്താവിന്റെ ചിന്തകളാൽ പിന്നെയും പിന്നെയും അവരുടെ മനസ്സിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര പീഡ വന്നാലും, എത്ര പെർസിക്യൂഷൻ വന്നാലും, ആ സമയത്തൊക്കെ ഹോളി സ്പിരിറ്റ് അവരോട് പറയും, ആമേൻ, ഉറച്ചു നിൽക്ക്, ഉറച്ചു നിൽക്ക്, ഉറച്ചു നിൽക്ക്, എന്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ദൈവാത്മാവ് പറയും. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പാസ്റ്റർ വന്നല്ല, ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണ്ട, നിങ്ങളുടെ അകത്തിൽ ഇരുന്നുകൊണ്ട് വചനം പറയും, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അതാ വചനത്തിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഒരു മാതൃക സഭയ്ക്ക്, ഒരു ക്വാളിറ്റി ഉള്ള ചർച്ചിന് വേണ്ടുന്നത് വചനം കേട്ടേച്ച് അത് വിട്ടേച്ച് പോകുന്നവരല്ല, അത് ഹൃദയത്തിൽ വെച്ചിട്ട് അതിനനുസരിച്ച് തുടർ നടപടികളിലേക്ക് പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുവാൻ പ്രാർത്ഥിക്കുകയും അങ്ങനെ നിങ്ങൾ കൃപയിൽ വളരുകയും ചെയ്യും. അതാണ് നല്ല ഒരു ചർച്ചിന്റെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിടമല്ല. ഹല്ലേലൂയ. What is the meaning of church? Amen. God's word says like this. You are the temple of God. Hallelujah. നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ മന്ദിരത്തിൽ ദൈവത്തിന് നിറമുണ്ടാകണം. ആ വചനം നമ്മെ ഹൃദ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കണം. ഒന്നതായിരുന്നവരുടെ. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്തെ കാര്യം, chapter 1 verse 7. So that you become an example to all the believers in the Macedonia and Achaia. നിങ്ങൾ മാതൃകയുള്ളവരായി. Praise the Lord. Praise the Lord. ഡെയിലി ബൈബിൾ വായിക്കുന്നവർ 100 പേരുണ്ട്. 100 പേരുള്ള ഒരു ഗണത്തിൽ ഡെയിലി ബൈബിൾ വായിക്കുന്നവര് ചിലപ്പോൾ അത് 2 പേരെ കാണത്തുള്ളൂ. Praise the Lord. Praise the Lord. ബാക്കി 98 പേരും ഈ ബൈബിൾ വായിക്കുന്നവരെ അല്ലെങ്കിൽ വിശ്വാസികളെയാണ് വായിക്കുന്നത്. You understand what I said? നിങ്ങൾ ന്യൂസ് പേപ്പർ തുല്യരാണ്. ഡെയിലി ന്യൂസ് പേപ്പർ തുല്യമാണ്. നിങ്ങളെയാണ് ലോകം വായിക്കുന്നത്. ബൈബിൾ വായിക്കത്തില്ല. ലോകക്കാരെല്ലാരും ബൈബിൾ വായിക്കില്ല. പക്ഷെ അവർ ഡെയിലി നമ്മളെ വായിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, കൊറോണ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് അജഞ്ചലമില്ല. ആമേൻ. അവർ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഭയപ്പെടരുത്. വചനം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണം. എന്നിട്ട് മാതൃകയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ പാറ്റേൺ ആയിട്ട് നിൽക്കേണ്ടവർ. സ്തോത്രം. അങ്ങനെ നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ പല ആളുകൾ നമ്മോട് കൂടെ ചേർന്ന് വരും. അങ്ങനെയാണ് സഭകൾ വർദ്ധിക്കുന്നത്. അവരുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥന, അവരുടെ ജീവിതചര്യ.
നിങ്ങൾക്കറിയാമല്ലോ, എബ്രായ ബാലന്മാർ നല്ല ഭക്ഷണം കഴിക്കാൻ, രാജാവിന്റെ നല്ല വീഞ്ഞൊക്കെ പാനം ചെയ്യുവാനുള്ള സമയം എബ്രായ ബാലന്മാർ തീരുമാനിച്ചു, ഇല്ല, ഞങ്ങൾ അത് എടുക്കുകയില്ല. എന്താ? ഞങ്ങൾക്കൊരു പ്രമാണം, ഇത് നമ്മൾ പാലിപ്പാൻ തയ്യാറാകണം. എന്നെ പോലുള്ളവരൊക്കെ ഒരുപാട് ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഒരിക്കലൊരു എയർ ഹോസ്റ്റസ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സർ, 132 വർഷം ഇത് സമുദ്രത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടതാണ്. ആ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ഇത് പൊക്കിയെടുത്തോണ്ട് വന്നതാ. ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, I am a believer. I can't drink this kind of, juice or this kind of, ഇത് എന്തുവാ, വിസ്കി, ബ്രാൻഡി, അതുപോലുള്ള സാധനങ്ങൾ എനിക്ക് പറ്റില്ല. ഞാൻ ദൈവത്തിന് വിശുദ്ധനായി ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നോക്കി, ആ ഫ്ലൈറ്റിൽ ഒരു 500-ൽ പരം ആളുകളുണ്ട്. അവരെല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ആരും അവോയ്ഡ് ചെയ്യുന്നില്ല. ഞാൻ മാത്രം. ചിലർ ചിന്തിച്ചേക്കാം ഫോഷനാണെന്ന്. അല്ല, എനിക്കൊരു പ്രമാണമുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വേഴ്സ് 8, First Thessalonians chapter 1 verse 8. For the word of the Lord has sounded forth from you, not only in Macedonia and Achaia, but also in every place your faith toward God has gone forth, so that we have no need to say anything. കാരണം അവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ആഹായ പ്രദേശങ്ങളിലെല്ലാം. ആഹായ എന്ന് പറയുമ്പോൾ മാസിഡോണിയൻ ഏരിയയാണത്. അത് ചെറിയ സ്ഥലമല്ല. സ്തോത്രം. ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡൽഹി മാത്രമല്ല. അതിനകത്ത് കേരളം ഉൾപ്പെടും, തമിഴ്നാട് ഉൾപ്പെടും, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടും, മഹാരാഷ്ട്ര ഉൾപ്പെടും, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ഉൾപ്പെടും. ഇതുപോലെ മക്കദോനിയ എന്ന് പറയുന്നതായ സ്ഥലത്ത് നിരവധി സഭകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ സഭകൾ ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ, തെസ്സലോനിക്കരുടെ വിശ്വാസമാണ് അവർ അഡോപ്റ്റ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ശ്രദ്ധിക്കും ചിലര്. അപ്പൊ അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തളത്തിൽ ശരിയായിരിക്കുന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. അത് പുറത്ത് കാട്ടി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് വചനം അങ്ങോട്ട് മുഴങ്ങിച്ചെന്ന് മാസിഡോണിയ മുഴുവനും സ്പ്രെഡ് ചെയ്തവരുടെ വചനങ്ങൾ. അങ്ങനെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉളവായതാണ് തെസ്സലോനിക്ക, ഫിലിപ്പിയ, അതുപോലെ തന്നെ കൊലോസിയ, അതുപോലെ തന്നെ കൊറിന്ത്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ ഇടങ്ങളിലും ദൈവത്തിൻ്റെതായ വചനം മുടങ്ങിച്ചെന്നു ഈ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന്. അതിന് പ്രധാന കാരണക്കാർ തെസ്സലോനിക്കരാണ്. ഒരു നല്ല മാതൃക നമുക്ക് ഇവരിൽ നിന്ന് കാണുവാൻ തക്കോണം കഴിയും. ഞാൻ പറഞ്ഞു, മാസിഡോണിയൻ ചർച്ചസ്, അതിന്റെ ഒരു വിവരണമാണ് 2 Corinthians chapter 8 verse 1 to 16.
when you are getting time, you please read and remember that word. I mean, 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെയും നമുക്ക് ഫോളോ ചെയ്യാൻ കൊള്ളാകുന്ന കുറെ എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഫോളോ ചെയ്യാൻ കൊള്ളാവുന്ന എക്സാമ്പിളുകൾ തരുന്ന സഭകൾ കുറവാണ്. വല്ല വിധേന ആളുകളുടെ ചിന്ത എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകളെ കൂട്ടണം. ജീവിത വിശുദ്ധിയോ ഭക്തിയോ മാതൃകാപരമായ ജീവിതമൊന്നും അവർക്ക് വിഷയമല്ല. കുറച്ച് ആളുകളെ കൂട്ടണം, അവര് സ്തോത്ര കാഴ്ച വാങ്ങിക്കണം, എന്നിട്ട് പ്രസംഗിക്കുന്നവർക്ക് റിച്ച് ആകണം. അങ്ങനെ പല പുള്ളികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് കൊള്ളരുതാത്തതിനെ ഒന്നും പുറത്തള്ളുകല്ല. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്നറിയാം. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, നായ്ക്കളെ സൂക്ഷിപ്പീൻ. Who is that dog? ആരാ നായ എന്ന് പറയുന്നത്? പട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാ? വീട്ടിൽ വളർത്തുന്ന പട്ടിയാണോ? അല്ല. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2 ലേഖനങ്ങളുണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ്സ്. അപ്പൊ 2ാമത്തെ ലേഖനം എഴുതാൻ കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. 1ാമത്തെ ലേഖനത്തിൽ പ്രത്യാശയോടുകൂടെ ജീവിച്ച് മാതൃകയോട് ജീവിച്ച് മുന്നേറിയതായ ഈ ജനത്തിന്റെ മധ്യത്തിലേക്ക് പീഡകൾ അഴിച്ചുവിട്ടെങ്കിലും ആ പീഡയിൽ ഒന്നും എവരെ തോൽപ്പിക്കാൻ പറ്റിയതേയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ സമ്പത്തുകളുടെ അപകാരം പോലും അങ്ങ് സഹിച്ചവരാണ്. അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വേഗത്തിൽ നടക്കും. അതിനുവേണ്ടി അവർ റെഡിയാക്കി നിൽക്കുക. അവർ ചിലർ വേല പോലും ചെയ്യാതായി. യേശുവിന്റെ സെക്കൻഡ് കമ്മിങ് ഇമ്മീഡിയറ്റ്ലി നടക്കുമെന്നുള്ളതായ ആ ഒരു തോട്ട്സിൽ എന്ത് ചെയ്യാന്നറിയാം, അവർ വേല പോലും ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ല, പണം ഉണ്ടാക്കണ്ട, ജീവിക്കണ്ട, കർത്താവ് ഇപ്പോൾ വരും. ഇത് മുതലെടുത്തുകൊണ്ട് ദുരുപദേഷ്ടന്മാരുടെ ഇടയിൽ കടന്നു. തെറ്റായി പറയുന്നവർ, പഠിപ്പിക്കുന്നവർ, അതിലെ ചില പഠിപ്പീരാണ് ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കൃപയുടേതായിരിക്കുന്ന സുവിശേഷത്തിലാണ് നമ്മള്, കൃപയുടെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏത് കൽപ്പനാലംഘനം നടത്തിയാലും കുഴപ്പമില്ല, കർത്താവിന്റെ രാജ്യത്തിൽ കാണപ്പെടും. Is it truth? ഇത് സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചേരുന്ന സത്യസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തോടാണ്. ക്രിസ്തുവിന്റെ ശരീരത്തോട് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, യേശുയുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോട് യോജിപ്പിക്കാനൊക്കെയില്ല. അപ്പൊ യാതൊരു അശുദ്ധനും യാതൊരു പാപിക്കും ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരാനൊക്കെയല്ല. അതിന് പറ്റണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണം, അവന്റെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. യാതൊരു അശുദ്ധനും അതിനകത്ത് കടക്കില്ല. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് നമുക്കൊരു നിർണയം ഉണ്ടായിരിക്കണം. ഇവിടെ എന്ത് ചെയ്തു? ദുരുപദേഷ്ടന്മാർ കടന്നു വന്ന് ഈ പീഡകൾ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതിനെ ദുരുപദേഷ്ടാക്കന്മാരെ കൊണ്ട് സാധിപ്പിച്ചെടുത്തു. അനേകർ പിന്മാറിപ്പോകുവാനിടയായി. ആ സമയത്താണ് 2ാമത്തെ ലേഖനം എഴുതുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകാൻ, അതിലെ വാക്യങ്ങൾ വായിപ്പാൻ എനിക്ക് സമയവുമില്ല. ഞാൻ അവിടെ നിന്ന് മടങ്ങി വരികയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മക്കദോന്യ സഭകൾ എന്ന് പറയുന്നത് കഷ്ടത എന്ന വലിയ കൊടും പരിശോധനയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം ദൈവത്തിന് വേണ്ടി പിടിച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പാൻ കഴിയുന്ന ഒരു ഭാഗമാണ്
ആമേൻ, സ്മുർണ സഭ. സ്മുർണ സഭ, ആ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. കഷ്ടപ്പെടുന്ന സഭ. വെളിപ്പാട് പുസ്തകം 2:8 മുതലുള്ള വാക്യങ്ങളാണ്. റെവലേഷൻ ചാപ്റ്റർ 2, 8 to 11 വേഴ്സസ്. കയ്പെന്നാണ്. അപ്പോൾ തന്നെ അതിന് അപരനാമങ്ങളുണ്ട്. ഏഷ്യയുടെ പുഷ്പമെന്നാണ്. ഏഷ്യയുടെ, ദ ഫ്ലവർ ഓഫ് ദി ഏഷ്യൻ. അത് മാത്രമല്ല, ക്രോൺ എന്നതായ ഒരു സംജ്ഞ കൂടെ, ഒരു പേര് കൂടെ ഉണ്ട്. പറഞ്ഞ കിരീടം. അങ്ങനെയൊക്കെ ഒത്തിരി പേരുകളുണ്ട്. പക്ഷെ ഇവർക്ക് എന്താ? ദിവസവും കയ്പേറിയ അനുഭവമേ. ദൈവസഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നും കയ്പ. കാരണം ഇതാ, ഞാൻ മുമ്പേ പറഞ്ഞതാ, പീഡ വളരെയധികം കൂടി. സ്തോത്രം. നമ്മൾ അതിന്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ, സ്തോത്രം, നീറോ മുതൽ കോൺസ്റ്റന്റൈൻ വരെയുള്ളതായ 10 ചക്രവർത്തിമാരെ വരെ പീഡിപ്പിച്ചു. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനാണ് പോളികാർപ്പ്. അവരൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചാൽ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ വീഴും. ആ കാലത്ത് അനേകരെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അനേകരെ ദുഷ്ടമൃഗങ്ങൾക്ക് തിന്നുന്ന സിംഹത്തിന് ഇട്ടുകൊടുത്തു. അനേകരുടെ ശിരച്ഛേദം ചെയ്തു. അനേകരെ തല കീഴായും തല മീതെയുമായി ക്രൂശിച്ചു. ഈ പോളികാർപ്പിനെ ആകട്ടെ AD 155 86-ാമത്തെ വയസ്സിൽ പോളികാർപ്പിനെ അവർ ആമേൻ ചുട്ടുകളഞ്ഞു, ജീവനോടെ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ആ സ്മുർണ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, എന്തുകൊണ്ട് അവരത് സഹിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, മുൾക്കിരീടം ചൂടിയ നാഥനായ ക്രിസ്തു പൊൻകിരീടം ചൂടിയവനായി ഈ ഭൂമിയിലേക്ക് വീണ്ടും അവിടുന്ന് ഇറങ്ങി വരും. ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങളും ഒരു പ്രതികൂല കർത്താവ് നിമിത്തം സഹിച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനൂടെ പ്രതിഫലം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇതാണ് നമ്മെ പ്രാപ്തരാക്കേണ്ടത്. ഒരു യഥാർത്ഥ സഭയ്ക്ക് അതാ വേണ്ടുന്നത്. അല്ല ചുമ്മാതെ കൊത്തൊടിച്ച പുസ്തകമൊന്നും അല്ല ദൈവസഭ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓർക്കുക, ഒരു നല്ല സഭയ്ക്കുണ്ടായിരിക്കേണ്ടതായ അനുഭവങ്ങളാണത്. ഞാൻ 2 ഭാഗങ്ങൾ കൂടെ വേഗത്തിൽ ഓർപ്പിച്ച് നിർത്താം, അതിന് സമയമുള്ളൂ. നമുക്ക് മറക്കാനൊക്കാത്തതായ സഭയാണ് യെരുശലേമിലെ സഭ. യെരുശലേമിലെ സഭ, ആ സഭയാണ് ഒന്നാമത്തെ സഭ. ആ സഭയാണെങ്കിൽ അപ്പോസ്തലന്മാരെ കൊണ്ട് നിറഞ്ഞ സഭയാണ്. ഒന്നാമനായ പത്രോസ് മുതൽ, സ്തോത്രം, സകല അപ്പോസ്തലന്മാരുടെ നിര അവിടെയാണ്. അതിന്റെ വർണ്ണന ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, കേൾക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി ഏതാണ്ട് 4-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു നോക്കണം. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയെത്ര പ്രഗത്ഭന്മാരാ. അവിടെ വെള്ളത്തിന് കുറവുണ്ടോ? 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരുമില്ലായിരുന്നു. അതിന് കാരണം വസ്തുവകകളെല്ലാം വിറ്റുകൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. ഇന്ന് ആ പരിപാടി ആരും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അപ്പോസ്തലന്റെ കാൽക്കൽ വെച്ചിട്ടുണ്ട്, ആ അപ്പോസ്തലനെ പിന്നെ എവിടെ പോയി പൊങ്ങിയെന്ന് ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്ഥലം വിട്ടുകളെ. ഇന്ന് അങ്ങനെയല്ലേ? ഒന്നുമില്ലാതെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയവർ കോടികൾ സമ്പാദിച്ചവരാ. ഞങ്ങളാരും അക്കൂട്ടത്തിലുള്ളവരല്ല.
മാന്യമായത് വിട്ടേച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഒരു നല്ല വസ്ത്രം ധരിക്കാമെന്നോ, ഒരു നല്ല പാർപ്പിടം ഉണ്ടാകുമെന്നോ, ഒരു നല്ല കുടുംബജീവൻ നയിക്കാൻ കഴിയുമെന്നോ, കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകുമെന്നോ ഒന്നും കരുതിക്കൊണ്ട് ഇറങ്ങിയതല്ല. നാട്ടുകാരുടെ വീട്ടുകാരുടെ സകലരുടെ അപമാനം സഹിച്ചുകൊണ്ട് ഇന്നേക്ക് 50 വർഷത്തിന് മുമ്പേ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവദാസനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളോട് സൂക്ഷിച്ചു നോക്കിയാൽ ഈ താടിക്ക് ചില കുത്തിക്കെട്ടുകൾ കാണാം. നാട്ടുകാരടിച്ചതല്ല, വീട്ടിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് ഇത്ര ധൈര്യത്തോടെ പറയുന്നു. വടക്കേണ്ടിയിൽ എന്റെ സൈക്കിൾ എടുത്ത് നിലത്തടിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിപ്പിടിച്ച് ശ്വാസം മുട്ടി എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ, എന്റെ ഭാര്യയുടെ മുൻപാകെ അത്രമാത്രം പീഡകൾ എന്നെ ഏൽപ്പിച്ചു. ഞാൻ താമസിച്ച കെട്ടിടത്തിന് കല്ലെറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞു. കെട്ടിയിരുന്ന ട്യൂബ്ലൈറ്റുകളെല്ലാം അടിച്ചു തറുത്ത് കളഞ്ഞു. പക്ഷെ കർത്താവിന്റെ സാക്ഷിയായി അവിടെ നിന്നു. എന്താ കാര്യം? മുമ്പേ നമ്മൾ പാടിയതുപോലെ, the cross before me, the world behind me, the cross before me, the world behind me, the cross before me, the world behind me, no turning back, no turning back, no turning back, no turning back. ఏమండి చెప్పండి, నా ప్రభువా గొప్ప మంచిది. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ പോലെ വലിയവൻ ആരുമില്ല, അവനെ പോലെ ഉണ്മയാർന്നവൻ മറ്റാരുമില്ല. അതുകൊണ്ടാണ് പൗലോസ് ഒക്കെ പറഞ്ഞത്, എനിക്ക് ലാഭമായതൊക്കെ ഛേദമെന്ന് എണ്ണി ക്രിസ്തുവിനെ നേടേണ്ടതിന്. അങ്ങനെ ഇന്നത്തെ തലമുറയുണ്ടോ? നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കണം. യെരൂശലേം സഭ കടന്നുപോയതായ പ്രതികൂലങ്ങൾ ചില്ലറയല്ല. ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷെ അവർ ദൗത്യത്തിൽ നിന്ന് പരാജയപ്പെട്ടു. എന്തായിരുന്നു ദൗത്യം? അപ്പോസ്തല പ്രവൃത്തി 1:4, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട് 1:8, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. ആ ദൗത്യത്തിൽ യെരൂശലേം സഭ പരാജയപ്പെട്ടു. ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? യെരൂശലേം സഭയെ ചിതറിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ പരാജയപ്പെട്ടു എന്നല്ല. ഞാൻ മടങ്ങി വരാം, ആ ഭാഗത്തേക്ക് വീണ്ടും വരാം. സഭ പരാജയപ്പെട്ടപ്പോൾ, യെരൂശലേം സഭ പരാജയപ്പെട്ടപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെ മറ്റൊരു സഭയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അതിന്റെ പേരാണ് അന്ത്യോക്യയിലെ ചർച്ച്. ഈ അന്ത്യോക്യയിലെ ചർച്ചിലേക്കാണ് യെരൂശലേമിലുള്ള പ്രവാചകന്മാർ വരെ ഇപ്പോൾ പോകുന്നത്. അവിടേക്കാണ് ശൗലും ചെന്നത്. സ്തോത്രം. അവരെ കുറിച്ച് പറയാനുള്ളതായ പ്രത്യേകതകൾ ഞാനൊന്നും ഓടിക്കാം. They were members of a great church. The second point, they were noted as gifted. Number 3, they were called while worship and fasting. Point 4, they received a special call set apart by the Holy Spirit. Point 5, they bought their mission in prayer and fasting. Hallelujah. Amen. Point 6, they were commissioned by the church. അത് ഓരോന്നും അങ്ങോട്ട് വിവരിക്കാനുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ല. Hallelujah. സ്തോത്രം. മലയാളത്തിൽ കൂടെ പറയട്ടെ. സ്തോത്രം.
അവരെല്ലാവരും ശ്രേഷ്ഠമായ ഒരു ചർച്ചിന്റെ മെമ്പേഴ്സ് ആയിരുന്നു ഈ അന്ത്യോക്യയിലുള്ളവർ. കുറച്ചു പേരൊന്നും അല്ല കേട്ടോ, ഹെരോദാവിനോട് കൂടെ വളർന്ന എന്ന് പറഞ്ഞ ക്ലാസ്മേറ്റാ ഒരാള്, മനായൽ എന്ന് പറയുന്നത്. ആമേൻ. മറ്റൊരാളാണ് ആമേൻ കുറേനക്കാരനായ ശിമോൻ. ശിമോൻ ആരാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ചുമന്ന് ഗോൽഗോഥായിൽ എത്തിച്ചവൻ. നമ്മൾ വിചാരിക്കും യേശു കർത്താവിനെ ക്രൂശ് കഷ്ടിച്ചൊരു പ്രകാരത്തിൽ ചുമന്ന് ഗോൽഗോഥായിൽ എത്തിച്ചിട്ട് കുറേനക്കാർ സ്ഥലം വിട്ടെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, അവൻ ചെയ്ത സേവനത്തെ സ്വർഗത്തിലെ ദൈവം മാനിച്ച് അന്ത്യോക്യ സഭയിലെ നമ്പർ 1 പുള്ളിയാക്കി മാറ്റി തമ്പുരാൻ. നിങ്ങൾ കർത്താവിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി ഒരു ചെറിയ ക്രൂശെങ്കിലും നിങ്ങൾ ചുമന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കയില്ല, നിങ്ങളുടെ തലമുറകളെയും ദൈവം കൈവിടില്ല. ആമേൻ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്താ? മക്കദോന്യ സഭ കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ കടന്നുപോയപ്പോഴും അവർ ഔദാര്യമായി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചിലവഴിച്ചു. എനിക്കറിയാം, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ള ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു. എപ്രകാരം മുൻപോട്ട് പോകുമെന്ന് അറിയത്തില്ല. പഴയ സാലറി കിട്ടുന്നില്ല, പഴയ രീതിയിൽ സെറ്റിൽമെന്റ് ഒന്നും കിട്ടുന്നില്ല. ദൈവത്തിന്റെ മക്കൾ പതറരുത്. നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അത് നിങ്ങൾ ചെയ്യുക. ദൈവം നിങ്ങളെ കൈവിടുകയില്ല, നിങ്ങളുടെ തലമുറകളെ ദൈവം കൈവിടുകയില്ല. ഞാൻ അത് ഗ്യാരണ്ടി ചെയ്യാം. സ്തോത്രം. യെരുശലേം സഭ അതങ്ങനെ ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവരെയും ദൈവം മാനിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ സ്തോത്രം 13-ാം അധ്യായത്തിൽ വായിക്കുന്ന അന്ത്യോക്യ സഭ, ഞാൻ നിങ്ങളോട് ചുരുക്കി പറയാം, നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ളത് യെരുശലേം സഭയല്ല, അന്ത്യോക്യ സഭയാ. ഓർത്തഡോക്സ്, യാക്കോബ, ഇവരെല്ലാം പേരിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഞങ്ങൾ അന്ത്യോക്യയിൽ നിന്ന് വന്നവരാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? അനുകരണീയമായ നല്ല കാര്യങ്ങൾ, അവിടെ നല്ല ഏണസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാക്കാൻ. ഇത് കണ്ടുകൊണ്ടാണ് ശൗല് അല്ലെങ്കിൽ പൗലോസ് അവിടോട്ടൊന്ന് ചെല്ലുന്നത്. എന്തിനാ ചെന്നത്? അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. സഭയ്ക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ദിവ്യമായിരിക്കുന്ന ഗുണമാണ് ഉപവാസം, പ്രാർത്ഥന. ഇത് മുടക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാതൃക സഭയ്ക്കുണ്ടായിരിക്കേണ്ടതാണ്. ആ മാതൃക നല്ല രീതിയിൽ കാണാം അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിൽ. ആമേൻ. കുറേനക്കാരനായ ശിമോന്റെ വാക്ക് ഒന്നുകൂടെ പറയണം. പിൽക്കാലത്ത് ഈ കുറേനക്കാരനായ ശിമോന്റെ മകനാണ് യെരുശലേമിലെ ഗവർണറായി മാറിയത്. ക്രൂശ് ചുമന്നവനെ വിടുമോ? സഹോദരി, കർത്താവിന് വേണ്ടി നിന്ന ദൈവം നിന്റെ തലമുറയെ കൈവിടത്തില്ല. ദൈവം നിന്റെ തലമുറയെ ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ ഇറങ്ങിയവരാണ്. അവരെയൊക്കെ കർത്താവ് മാനിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ദൈവത്തിൽ നിർത്തട്ടെ. ആ ഭാഗം കുറച്ചുകൂടെ തുടരണമെന്നുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് സമയമില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു വീടാണ്, അതും ഒരു സഭയാണ്. മർക്കോസിന്റെ ഭവനമാണ്. മർക്കോസ് എന്ന് പറഞ്ഞ ആരാണെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ പല മറിയമാരുടെ പേര് പറയുന്നുണ്ടെങ്കിലും യേശുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ഒരു സഹോദരിയാണ് മറിയ. യേശുവിന്റെ അമ്മയല്ല. ആ മറിയയുടെ വീടാണ് ഈ മർക്കോസിന്റെ വീടെന്ന് പറയുന്നത്. അവർക്ക് ആലയമില്ല,
കൂടി വരുവാൻ ഇടമൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? മർക്കോസിന്റെ വീട്ടിൽ. ആ വീടാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു പെസഹ ആചരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. എന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടി വരും. ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ അവർ ഒരുമിച്ച് കൂടി. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം. കാര്യം പത്രോസിനെ ഇപ്പൊ തടങ്കലിലാക്കി. ആമേൻ. പുതിയ നിയമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. രണ്ടാമത്തെ യാക്കോബ് യെരൂശലേം സഭയുടെ അപ്പോസ്തലനായിരുന്നു, പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. മൂന്നാമത് പ്രധാനിയായി പത്രോസിനെ അവർക്ക് പിടികിട്ടി. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. അടുത്ത ദിവസം ശബത്തൊന്ന് കഴിഞ്ഞിട്ട് പത്രോസിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ മർക്കോസിന്റെ വീട്ടിൽ കൂടി അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയുടെ കരണീയമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പ്രതികൂലത്തിന് നടുവിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഈ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പേ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ലോകം കടന്നു പോകുന്നതായി വൈതരണി വലുതാണ്. ക്ഷാമം, ഭൂകമ്പം, യുദ്ധം, അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ, ഇവയെല്ലാം സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജോലികളിൽ സുസ്ഥിരയില്ലായ്മ, ഇങ്ങനെയുള്ള ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവസഭ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന അവസരം, പാസ്റ്റർ വീട്ടിലാണെങ്കിൽ പാസ്റ്റർ വീട്ടിൽ, ഒരു വിശ്വാസിയുടെ വീട്ടിലാണ് വിശ്വാസിയുടെ വീട്ടിൽ, ആലയം വേണമെന്നില്ല, നിങ്ങൾ കൂടി വരുവാൻ തയ്യാറാകണം. അവിടെ കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകണം. യെരൂശലേമിലെ സഭ നമുക്കതിനൊരു നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. മറിയയുടെ ഭവനത്തിൽ കൂടി പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ വിടുതലിനാ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരറിയുന്നില്ല. അറിയാത്ത പല കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂതൻ ചെന്ന് ആദ്യം മർക്കോസിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, ഞാൻ ഇതാ വന്നിരിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് എന്നെ അയച്ചിരിക്കുകയാണ്, പത്രോസിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കാണാനായിട്ട് എല്ലാവരും വാതിക്കലേക്ക് ചാടി എഴുന്നേക്കും, ഓടി വരും. എന്നാൽ ദൂതൻ അത് പറഞ്ഞില്ല. അവൻ എവിടേക്ക് ഇറങ്ങിയെന്നറിയാമോ? അടയ്ക്കപ്പെട്ട കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് ഇറങ്ങി. എപ്പോൾ? അവർ പ്രാർത്ഥിക്കുമ്പോൾ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ശക്തമായ ഒരു ദൂത് എനിക്ക് തരാനുള്ളത് ഇതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഒന്നും കണ്ടില്ലെങ്കിലും പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അദൃശ്യമായ കരങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങേണ്ട ദൂതൻ ഇറങ്ങി വരുന്നുണ്ട്. പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങളെ സ്വർഗത്തിലെ ദൈവം ആമേൻ ചെയ്യുക തന്നെ. ഇന്ന് ആമേൻ ഈ സന്ധ്യയുടെ വേളയിൽ വചനം ആമേൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന ക്ലേശങ്ങൾ എന്ത് തന്നെയാണോ, പ്രാർത്ഥന മടുക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ബന്ധനങ്ങളെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി വേള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി ഇത് ആർക്ക് തന്നിരിക്കുന്നതാണെന്ന് അറിയോ? സഭയ്ക്ക് തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. സഭയുടെ അവകാശമാണ്. When we are kneel loud and pray, that time the heaven will open. What kind of blessings we need, immediately God will send in our midst. Hallelujah. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് അന്നേരം നൽകി തരും. നിങ്ങൾക്കത് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങല അഴിച്ചു, കാലിൽ നിന്ന് ചങ്ങല അഴിച്ചു. പത്രോസ് പോലും അറിഞ്ഞില്ല കേട്ടോ, പത്രോസ് പോലും അറിഞ്ഞില്ല.
പുറത്തെ വാതിലിലേക്ക്, പട്ടണത്തിലേക്കുള്ള വാതിക്കൽ വന്നപ്പോഴാ സുബോധം പത്രോസിന് വീണത്. കാരണം അന്നേരം വല്ലതൊക്കെ ചെയ്തിരുന്നെങ്കിൽ പത്രോസിന് ആമേൻ വിളിച്ചു ഊപ്പിക്കൊണ്ട് പറയും, നാട്ടുകാരൊക്കെ കയറി വരും, കാരപ്രമാണിയൊക്കെ വന്ന് പിന്നെയും ബന്ധിക്കാനിടയാകും. അതുകൊണ്ട് അന്നേരം ബോധം കിട്ടുപോയി. ആമേൻ. കൈകാലുകളിലെ ബന്ധനങ്ങളെ എല്ലാം അഴിച്ചു. കാരാഗ്രഹത്തിന് വാതിൽ തുറന്നു. ഒന്നാം വാതിലും രണ്ടാം വാതിലും തുറന്നു. ഈ സംഭവിച്ചതൊന്നും പടയാളികളാകട്ടെ കാവൽക്കാരാകട്ടെ അറിയുന്നില്ല. ദൈവത്തിന്റെ വൈദ്യരെ ഞാനും നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അബുദാബിയിൽ നടക്കേണ്ട വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം ചെയ്യും. അബുദാബിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കേരളത്തിലെ വിഷയങ്ങൾ ചെയ്തു തരും. ഇന്ന് പകൽക്കാലം ആമേൻ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈതലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്തുമ്പോൾ അത് തമിഴ്നാട്ടിൽ ചെയ്യേണ്ടതെങ്കിൽ, ആന്ധ്രാപ്രദേശിൽ ചെയ്യേണ്ടതെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ തന്നെ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്ത് ക്രിയയാണ് ദൈവം വെളിപ്പെടേണ്ടത്? ആരെങ്കിലും ബന്ധനത്തിൽ കിടക്കുന്നെങ്കിൽ, ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഞാനോ ബിലീവ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകുന്നത് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലങ്ങളിൽ അറിയാത്ത പ്രവർത്തികൾ ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും. ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും. ഈ നാളുകളിൽ നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. അബുദാബിയിലുള്ള ദൈവസഭയെ പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക. ഈ ബാധകൾ ഒഴിഞ്ഞു പോകുമ്പോഴും നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. തന്റെ മക്കളെ എവിടെയായി സൂക്ഷിക്കുവാൻ, ബന്ധനങ്ങളിൽ ആരെങ്കിലും ആയെങ്കിൽ, കഷ്ടങ്ങളിൽ ആരെങ്കിലും ആയെങ്കിൽ അവരെ വിടുവിക്കുവാൻ കർത്താവ് മതിയായവനാണ്. പട്ടണത്തിന്റെ മേൽവാതിലേക്ക് ചെന്നപ്പോൾ അതിന്റെ വാതിൽ തനിയെ തുറന്നു. കാരാഗ്രഹ പ്രമാണി കണ്ടില്ല, പടയാളികൾ കണ്ടില്ല, ആരും കണ്ടില്ല. പത്രോസ് പുറത്തു വന്നു. ആമേൻ. പ്രാർത്ഥിക്കുന്ന വീടിന്റെ വാതിക്കൽ ചെന്ന് നോക്ക് ചെയ്യുക. രോധ എന്ന പെൺകുട്ടിക്ക് പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവൾ അകത്തിയെ ഓടിച്ചെന്ന് പറഞ്ഞു, ദാ വന്നിരിക്കുന്നു പത്രോസ്. നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതാണ് അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ചവർക്ക്. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. അത്ഭുതം നടന്നാലും നമുക്ക് മനസ്സിലാകുകയില്ല. വീര്യപ്രവൃത്തികൾ നടന്നാലും മനസ്സിലാകുകയില്ല. സ്തോത്രം. എത്രയെത്ര പ്രാവശ്യം നിങ്ങൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ, എത്രയെത്ര പ്രാവശ്യം നിങ്ങൾ രോഗികളായിരുന്നപ്പോൾ ഒരു ഗുളിക കഴിച്ചത് കൊണ്ട് വിടുതൽ കിട്ടിയെന്ന് ആരും ധരിക്കരുത്. ദൈവത്തിന്റെ കരം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ദൂതം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടട്ടെ. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പോലെ, ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ പോലെ, സ്മുർന്ന സഭയിലുള്ള വിശ്വാസികളെ പോലെ, യെരുശലേമിലുള്ള വിശ്വാസികളെ പോലെ, അന്ത്യോക്യ സഭയിൽപ്പെട്ടവരെ പോലെ, മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയവരെ പോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അവസരമെടുക്കൂ. ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കടന്നു പോകുന്നവരെങ്കിൽ, നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ വലുതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ വിഷയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലൂ. നിങ്ങളുടെ മുൻപാകെ ചോദിക്കുവാൻ, നിങ്ങളെ ഓരോരുത്തരെ അടുത്തൊന്ന് സ്പർശിച്ച് കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് വലിയവനായ ദൈവത്തിന്റെ അധികാരത്തോട് നിങ്ങളിലേക്ക് കരം നീട്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതാനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ ദൈവമേ, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദൈവദാസ് ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടി വരുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമേ. ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നവർ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ, കേരളത്തിൽ നിന്ന് വന്നവർ, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഏതെല്ലാം ഭാഷക്കാർ ഒരുമിച്ച് കൂടുന്നു, അവരുടെ ആവശ്യങ്ങൾ നടത്തണമേ. അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളെ നാഥ അവിടുന്ന് അറിയുന്നു.
അവ നീങ്ങിപ്പോകേണ്ടതിനായി എളിയവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ. സാമ്പത്തിക തകർച്ചയിലുള്ളവരുണ്ടെങ്കിൽ അത് വിട്ടുമാറട്ടെ. ആമേൻ. ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ബന്ധനങ്ങളിൽ കൂടെ തങ്ങളുടെ കുടുംബത്തിലുള്ളവർ കടന്നു പോകുന്നെങ്കിൽ, കർത്താവേ ആ ബന്ധനങ്ങളെ അഴിക്കണമേ. കാരാഗ്രഹത്തിലെ ഇരുമ്പ് ചങ്ങലകളെ അഴിച്ചു ദൈവോത്തരെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ സന്ധ്യാവേളയിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. യേശുവേ, അവിടുന്ന് വലിയവനാണ്. പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവൻ ചെയ്യുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇപ്രകാരം ഒരു ശുശ്രൂഷ ഈ സൂം വീഡിയോയിൽ കൂടെ ചെയ്യുവാൻ എളിയവന് കൃപ തന്നതിനാൽ സ്തോത്രം. ഇതിനു വേണ്ടി പങ്കാളിത്തം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആ സഭയെ പ്രത്യേക അനുഗ്രഹിക്കണമേ. ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മുഖതാവിൽ കാണുന്നില്ലെങ്കിലും നിത്യതയിൽ ഞങ്ങളുടെ നാഥന്റെ മുഖം കാണുവാൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പോലെ പ്രത്യാശയോടെ നോക്കി പാർപ്പാൻ കർത്താവ് തൻ ഗംഭീരനാഥത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഞങ്ങളുടെ പ്രിയ രക്ഷിതാവ് ഇറങ്ങി വരും. ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ അവിടുന്ന് വേഗം വരുന്നതിനാൽ സ്തോത്രം. ആ പ്രത്യാശയുടെ പുൻവലിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവരെയും മുഖാമുഖം കാണുവാൻ കൃപ ചെയ്യണമേ. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ ഈ യാചന കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒന്നിൽ വരും.